CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. 1 കോടി രൂപയുടെ ഹാഷിഷ് ഓയിലുമായി എരുമപ്പെട്ടി സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് എരുമപ്പെട്ടി സ്വദേശി മുഹമ്മദ്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിച്ച മയക്കുമരുന്നാണ് പിടികൂടിയത്. പ്രാദേശിക ദൃശ്യമാധ്യമ രംഗത്ത് മികവിന്റെ 2.5 പതിറ്റാണ്ട് പിന്നിടുന്ന CCTV സിൽവർ ജൂബിലി ആഘോഷങ്ങളിലേക്ക്. CCTVയുടെ ഓണാഘോഷവും സിൽവർ ജൂബിലി ലോഗോയുടെ പ്രകാശനവും പ്രൗഢമായി. കണ്ടാണശ്ശേരി അരിയന്നൂരിൽ മാലിന്യം വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തി. കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യ പ്രവർത്തകർ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിച്ചതായി കണ്ടെത്തിയത്. പരൂർ VPM ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും ബുധനാഴ്ച രാവിലെ 10 പരൂർ ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ബാലസംഘം കോട്ടപ്പടി മേഖലാ സമ്മേളനം നടന്നു. ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയിൽ നടന്ന സമ്മേളനം M രഘുനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ കുടുംബശ്രീ സംരംഭമായ ജനകീയ ഹോട്ടൽ തുറന്നു. BJP നടത്തുന്ന വോട്ടുകൊള്ളയ്ക്കെതിരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യവുമായി കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ നൈറ്റ് മാർച്ച് നടത്തി. എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ഓണക്യാമ്പ് തുടങ്ങി. അമല കോളേജ് ഓഫ് നഴ്സിംഗ് NSS യൂണിറ്റ് സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിമുക്ത നാളേക്കായി യുവകേരളം എന്ന ആശയം മുൻനിർത്തി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ SSLC+2 വിദ്യാർത്ഥികളുടെ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. കൊടിയഞ്ചിറ ക്ഷേത്ര സംരക്ഷണ സമിതി നൽകിവരുന്ന ശ്രീഭദ്ര പുരസ്കാര സമർപ്പണം ബുധനാഴ്ച രാവിലെ 10 ക്ഷേത്രം ഊട്ടുപുരയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിദ്ധ മദ്ദള കലാകാരൻ കലാമണ്ഡലം അനന്തകൃഷ്ണനെ പുരസ്കാരം സമ്മാനിക്കും. 52കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കേകാട് സ്വദേശി എടക്കളത്തൂർ വിൻസനെയാണ് വീടിനുള്ളിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.